Keynesian labor market. ക്ലാസിക്കൽ തിയറിയുടെ മെയിൻ അസംഷനാണ് ദർ ഈസ് ഓൾവേസ് ഫുൾ എംപ്ലോയ്മെൻറ്റ് ഇൻ ദ ഇക്കോണമി. അൺഎംപ്ലോയ്മെൻറ്റ് എന്ന് പറയുന്ന ഒരു സിറ്റുവേഷൻ ഇക്കോണമിയിൽ വന്നു കഴിഞ്ഞാൽ മണി വേജസിൽ ഒരു ജനറൽ കട്ട് വരുത്തിയിട്ടാണ് അല്ലെങ്കിൽ റിഡക്ഷൻ വരുത്തിയിട്ടാണ് ഫുൾ എംപ്ലോയ്മെൻറ്റ് എന്ന് പറയുന്ന ഒരു സിറ്റുവേഷനിലേക്ക് തിരിച്ച് നമ്മൾ എത്തുന്നത്. അതെങ്ങനെയാണെന്ന് നമുക്കൊന്ന് എക്സാമിൻ ചെയ്യാം. ഇപ്പോൾ മണി വേജസിൽ റിഡക്ഷൻ വരികയാണ്. മണി വേജസ് റെഡ്യൂസ് ആയി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ അവിടെ കുറഞ്ഞു എന്നാണ്. കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും നമ്മുടെ പ്രോഡക്ട്സിൻ്റെ പ്രൈസസ് കുറയ്ക്കാൻ പറ്റും. സോ വെൻ ദ പ്രൈസസ് ഫോൾ ദ ഡിമാൻഡ് ഫോർ ദ പ്രോഡക്ട്സ് വിൽ ബി ഇൻക്രീസിങ്. ഡിമാൻഡ് കൂടുക എന്ന് പറഞ്ഞാൽ അവിടെ സെയിൽസ് കൂടുക എന്നാണ് അർത്ഥം. കൂടുതൽ സെയിൽസ് നടത്തണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ കൂടുതൽ പ്രൊഡക്ഷൻ അവിടെ നടത്തണം. അപ്പോൾ പ്രൊഡക്ഷൻ കൂട്ടാൻ വേണ്ടിയിട്ട് കൂടുതൽ ലേബറേഴ്സിനെ അവിടെ എംപ്ലോയ് ചെയ്യണം. അങ്ങനെയാണ് ഇക്കോണമി പിന്നെയും ഫുൾ എംപ്ലോയ്മെൻറ്റ് എന്ന് പറയുന്ന ഒരു സിറ്റുവേഷനിലേക്ക് എത്തുന്നത്. ക്ലാസിക്കൽസിൻ്റെ അസംഷനിൽ ഇൻവോളണ്ടറി അൺഎംപ്ലോയ്മെൻറ്റ് എന്ന് പറയുന്ന സിറ്റുവേഷൻ ഒരിക്കലും ഇക്കോണമിയിൽ ഇല്ല. പക്ഷേ കെയ്നീഷ്യൻ അസംഷൻ നേരെ തിരിച്ചാണ്. അപ്പോൾ കെയ്ൻസ് പറയുന്നത് ദർ ഈസ് ഓൾവേസ് എ സിറ്റുവേഷൻ ഓഫ് ഇൻവോളണ്ടറി അൺഎംപ്ലോയ്മെൻറ്റ് ഇൻ ദ ഇക്കോണമി. മണി വേജസ് റിജിഡ് ആണെങ്കിൽ തീർച്ചയായിട്ടും അവിടെ ഇൻവോളണ്ടറി അൺഎംപ്ലോയ്മെൻറ്റ് എന്ന് പറയുന്നൊരു സിറ്റുവേഷൻ ഉണ്ടാകും. അതുപോലെ നോമിനൽ വേജസ് ഫ്ലെക്സിബിൾ ആണെങ്കിൽ തന്നെയും അത് ജനറേറ്റ് ചെയ്യുന്ന എക്കണോമിക് ഫോഴ്സസ് നമ്മുടെ ഇക്കോണമിയിൽ ഫുൾ എംപ്ലോയ്മെൻറ്റ് കൊണ്ടുവരാൻ വേണ്ടി അത്ര പവർഫുൾ അല്ല. ഇനി നമുക്ക് നമ്മുടെ ടോപ്പിക്കിലേക്ക് വരാം. വി ആർ ഗോയിങ് ടു ഡിസ്കസ് ദ കെയ്നീഷ്യൻ ലേബർ മാർക്കറ്റ്. കെയ്ൻസിൻ്റെ വ്യൂവിൽ പ്രൈസസ് ഫ്ലെക്സിബിളും മണി വേജസ് ഫിക്സ്ഡുമാണ്. പക്ഷേ ഇവിടെ മണി വേജസ് ഫിക്സ്ഡ് ആണെന്ന് പറഞ്ഞാൽ അത് കംപ്ലീറ്റ്ലി ഫിക്സ്ഡ് ആണ് അല്ലെങ്കിൽ സ്റ്റിക്കി ആണെന്നല്ല. മറിച്ച് ഇക്കോണമി ഇപ്പോൾ അൺഎംപ്ലോയ്മെൻറ്റ് എന്ന് പറയുന്ന ഒരു സിറ്റുവേഷനിലാണെങ്കിൽ തിരിച്ചതിനെ ഫുൾ എംപ്ലോയ്മെൻറ്റ് എന്ന് പറയുന്ന ഒരു സിറ്റുവേഷനിലേക്ക് കൊണ്ടുവരാൻ മണി വേജസ് പെട്ടെന്ന് ആക്ട് ചെയ്യല്ല, അല്ലെങ്കിൽ ഇറ്റ് ഡസ് നോട്ട് ഫോൾ ക്വിക്ക്ലി ടു ബ്രിങ് ഡിമാൻഡ് ഫോർ ആൻഡ് സപ്ലൈ ഓഫ് ലേബർ ഇൻ ഇക്വിലിബ്രിയം അറ്റ് ദ ഫുൾ എംപ്ലോയ്മെൻറ്റ് ലെവൽ. നമ്മൾ നേരത്തെ പറഞ്ഞതാണ് ഒരു ജനറൽ മണി വേജ് കട്ട് കൊണ്ട് എങ്ങനെയാണ് അൺഎംപ്ലോയ്മെൻറ്റ് സിറ്റുവേഷനിൽ നിന്നും നമ്മൾ ഫുൾ എംപ്ലോയ്മെൻറ്റ് ലെവലിലേക്ക് എത്തുക എന്നുള്ളത്. പക്ഷേ അങ്ങനെ ഒരു സഡൻ ആയിട്ടുള്ളൊരു പ്രോസസ്സ് ഇവിടെ നടക്കുന്നില്ല എന്നാണ് കെയ്ൻസ് പറയുന്നത്. സോ ദ റിജിഡിറ്റി ഓഫ് ദ നോമിനൽ വേജസ് ക്യാൻ ലീഡ് ടു എ സിറ്റുവേഷൻ ഓഫ് ഇൻവോളണ്ടറി അൺഎംപ്ലോയ്മെൻറ്റ് ഇൻ ദ ഇക്കോണമി. പ്രൈസസ് ഫ്ലെക്സിബിൾ ആകുകയും അതുപോലെ നോമിനൽ വേജസ് റിജിഡായിട്ട് നിൽക്കുകയും ചെയ്തു കഴിഞ്ഞാൽ എങ്ങനെയാണ് ഒരു ഇക്കോണമി ഇൻവോളണ്ടറി അൺഎംപ്ലോയ്മെൻറ്റ് എന്ന് പറയുന്ന ഒരു സിറ്റുവേഷനിലേക്ക് പോകുന്നതെന്ന് നമുക്ക് ഈ ഡയഗ്രത്തിലൂടെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ആദ്യം ഡയഗ്രത്തിൽ കാണിച്ചേക്കുന്ന ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് പറയാം. പാനൽ എയിലേക്ക് നോക്കുക. പാനൽ എയിൻ്റെ എക്സ് ആക്സിസിൽ കാണിച്ചേക്കുന്നത് നമ്പർ ഓഫ് വർക്കേഴ്സ് ആണ്. വൈ ആക്സിസിൽ കാണിച്ചേക്കുന്നത് റിയൽ വേജസ് ആണ്. റിയൽ വേജ് നമുക്ക് കിട്ടുന്നത് മണി വേജസ് ഡിവൈഡഡ് ബൈ പ്രൈസ് ലെവൽ ചെയ്യുമ്പോഴാണ്. അതാണ് W/P എന്ന് അവിടെ എഴുതിയേക്കുന്നത് വൈ ആക്സിസിൽ. ഇനി പാനൽ ബിയിലേക്ക് നോക്കുക. അവിടെ എക്സ് ആക്സിസിൽ കാണിച്ചേക്കുന്നത് റിയൽ GNP ആണ്. വൈ ആക്സിസിൽ പ്രൈസ് ലെവലാണ് കാണിച്ചിരിക്കുന്നത്. അതുപോലെ പാനൽ ബിയിൽ ഫിക്സഡ് മണി വേജ് റേറ്റിനെ കാണിക്കുന്ന W0 W1 നമുക്ക് കാണാം. പാനൽ എയിൽ ഡിമാൻഡ് ഫോർ ലേബർ DLഉം സപ്ലൈ ഓഫ് ലേബർ SLഉം കൂടി ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിൻ്റാണ് പോയിൻ്റ് E. ആ പോയിന്റിലാണ് ലേബർ മാർക്കറ്റ് ഇക്വിലിബ്രിയത്തിലാകുന്നത്. അവിടുത്തെ റിയൽ വേജ് റേറ്റ് എന്ന് പറയുന്നത് W0/P0 ആണ്. അറ്റ് വിച്ച് നോ മോർ വർക്കേഴ്സ് ആർ ഡിമാൻഡഡ് ആൻഡ് എംപ്ലോയിഡ്. ഈ പറഞ്ഞ വേജ് റേറ്റിൽ വർക്ക് ചെയ്യാൻ വില്ലിംഗ് ആയിട്ടുള്ള എല്ലാ വർക്കേഴ്സിനെയും അവിടെ എംപ്ലോയ് ചെയ്തിട്ടുണ്ട്. ദാറ്റ് മീൻസ് ദർ ഇസ് ഫുൾ എംപ്ലോയ്മെൻറ്റ് ഇൻ ദ ഇക്കോണമി. ഇക്വിലിബ്രിയം പോയിന്റ് ഇക്ക് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന നാഷണൽ ഔട്ട്പുട്ടാണ് YF എന്ന് പറഞ്ഞ് കാണിച്ചേക്കുന്നത്. നമുക്കതിനെ ഇങ്ങനെയും പറയാം. YF എന്ന് പറയുന്ന നാഷണൽ ഔട്ട്പുട്ടിന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന ലെവൽ ഓഫ് എംപ്ലോയ്മെൻ്റ് ആണ് LE. ആഗ്രിഗേറ്റ് ഡിമാൻഡ് കർവ് AD0യും ആഗ്രിഗേറ്റ് സപ്ലൈ കർവ് ASഉം കൂടി ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിന്റ് E0 ആണ്. പാനൽ ബിയിലാണത് E0 ആണ്. അപ്പോൾ അത് വെച്ച് നമുക്ക് പ്രൈസ് ലെവലും കണ്ടുപിടിക്കാവുന്നതാണ്. പ്രൈസ് ലെവൽ is P0 and there is a fixed money wage that is W0. ഇനി നമുക്ക് നോമിനൽ വേജ് റിജിഡിറ്റി എങ്ങനെയാണ് ഇൻവോളണ്ടറി അൺഎംപ്ലോയ്മെൻറ്റിന് കാരണമാണെന്ന് നോക്കാം. We are explaining this with the help of a negative demand shock on real output and employment. ഡിമാൻഡ് ഷോക്ക് എന്ന് പറഞ്ഞാൽ ഡിമാൻഡിലുണ്ടാകുന്ന അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഇൻക്രീസ് അല്ലെങ്കിൽ ഡിക്രീസ് ആണ്. അപ്പോൾ നെഗറ്റീവ് ഡിമാൻഡ് ഷോക്ക് എന്ന് പറഞ്ഞാൽ സഡൻ ഡിക്രീസ് ഇൻ ഡിമാൻഡ് ആണ്. ഇക്കോണമിയിൽ നെഗറ്റീവ് ഡിമാൻഡ് ഷോക്ക് ഉണ്ടാകുമ്പോൾ വാട്ട് വിൽ ഹാപ്പൻ, ആഗ്രിഗേറ്റ് ഡിമാൻഡ് കർവ് AD0യിൽ നിന്ന് AD1ലേക്ക് ഷിഫ്റ്റ് ചെയ്യും. പ്രൈസസ് ഫ്ലെക്സിബിളും നോമിനൽ വേജസ് റിജിഡുമായിട്ട് നിന്ന് കഴിഞ്ഞാൽ ഇക്കോണമി E0 എന്ന് പറയുന്ന ഇക്വിലിബ്രിയം പോയിന്റിൽ നിന്ന് E1ലേക്ക് ഷിഫ്റ്റ് ചെയ്യും. ഫിഗർ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും നോമിനൽ വേജസ് റിജിഡായിട്ട് നിൽക്കുന്നത് കൊണ്ട് തന്നെ ആഗ്രിഗേറ്റ് സപ്ലൈ കർവ് എന്ന് പറയുന്നത് WOAS ആണെന്ന് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാം.
പുതിയ എക്വിലിബ്രിയം പോയിന്റിൽ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും പ്രൈസസ് ഹാസ് ഫോളൻ ടു P1 ലെവൽ. P1 ലെവലിലേക്ക് പ്രൈസസ് ഫോൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ നോമിനൽ വേജസിൽ മാറ്റമൊന്നും വന്നിട്ടുമില്ല. അതിനർത്ഥം എന്താണ്? ദ റിയൽ വേജസ് ഹാസ് ഇൻക്രീസ്ഡ്. പാനൽ എയിൽ നോക്കിയാൽ നമുക്ക് ഈ ഒരു ഇൻക്രീസ് മനസ്സിലാവും. W0 ഡിവൈഡഡ് ബൈ P1 എന്നാണ് പുതിയ റിയൽ വേജ് ഇൻക്രീസ് കാണിച്ചേക്കുന്നത്. ഈ റിയൽ വേജ് ഇൻക്രീസിലുള്ള ഡിമാൻഡ് ഫോർ ലേബറും സപ്ലൈ ഓഫ് ലേബറും എത്രയാണെന്നുള്ളത് നമുക്ക് നോക്കാം. അതറിയാൻ വേണ്ടിയിട്ട് W0 ഡിവൈഡഡ് ബൈ P1 എന്ന് പറയുന്ന ആ ഒരു പോയിന്റിൽ നിന്ന് നിങ്ങളൊരു ഹൊറിസോണ്ടൽ ലൈൻ ഡിമാൻഡ് ഫോർ ലേബർ കർവിലേക്കും സപ്ലൈ ഓഫ് ലേബർ കർവിലേക്കും വരയ്ക്കുക. ഈ ലൈൻ DL കർവിനെ ടച്ച് ചെയ്യുന്നത് C എന്ന് പറയുന്ന പോയിന്റിലും SL കർവിനെ ടച്ച് ചെയ്യുന്നത് D എന്ന് പറയുന്ന പോയിന്റിലുമാണ്. ഈ രണ്ട് പോയിന്റ്സിൽ നിന്ന് നിങ്ങൾ ഒരു വെർട്ടിക്കൽ ലൈൻ എക്സ് ആക്സിസിനെ ടച്ച് ചെയ്യുന്ന രീതിയിൽ വരയ്ക്കുക. അപ്പോൾ C എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് വരയ്ക്കുമ്പോൾ നമുക്ക് LC എന്ന് പറയുന്ന ഒരു പോയിന്റ് കിട്ടും. D എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് വരയ്ക്കുമ്പോൾ LD എന്ന് പറയുന്ന ഒരു പോയിന്റിലാണ് എത്തുന്നത്. ദാറ്റ് ഈസ് ഡിമാൻഡ് ഫോർ ലേബർ ഈസ് ഈക്വൽ ടു OLC ആൻഡ് സപ്ലൈ ഓഫ് ലേബർ ഈസ് ഈക്വൽ ടു OLD. ക്ലിയർലി നമുക്ക് മനസ്സിലാവും സപ്ലൈ ഓഫ് ലേബർ ഇവിടെ ഡിമാൻഡ് ഫോർ ലേബറിനെക്കാട്ടിലും കൂടുതലാണ്. ദാറ്റ് മീൻസ് ദർ ഇസ് ദ പ്രോബ്ലം ഓഫ് ഇൻവോളണ്ടറി അൺഎംപ്ലോയ്മെൻറ്റ് ഇൻ ദ ഇക്കോണമി. അപ്പോൾ ഇങ്ങനെയൊന്നും ലൈൻസ് വരയ്ക്കാതെ മോളിൽ നിന്ന് തന്നെ നമുക്ക് നോക്കിയാൽ മനസ്സിലാവും ഇൻവോളണ്ടറി അൺഎംപ്ലോയ്മെൻറ്റ് എഴുതിയേക്കുന്ന ആ ഒരു പോർഷൻ ഡിമാൻഡും സപ്ലൈയും തമ്മിലുള്ള ഡിഫറൻസ് ആണ് അവിടെ ഇൻവോളണ്ടറി അൺഎംപ്ലോയ്മെൻ്റ് ആയിട്ട് നമ്മൾ എഴുതിയേക്കുന്നത്. നോമിനൽ വേജസ് റിജിഡ് ആകുമ്പോൾ അതെങ്ങനെയാണ് ഇക്കോണമിയിൽ ഇൻവോളണ്ടറി അൺഎംപ്ലോയ്മെൻറ്റ് എന്ന് പറയുന്നൊരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യുന്നത് നമ്മൾ കണ്ടു. കെയ്നീഷ്യൻ അനാലിസിസിൽ നോമിനൽ വേജസ് ഫ്ലെക്സിബിൾ ആയാൽ അത് എങ്ങനെയാണ് അൺഎംപ്ലോയ്മെൻറ്റ് എന്ന് പറയുന്ന ഒരു സിറ്റുവേഷനെ ക്യൂർ ചെയ്യുന്നതെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ദിസ് ഈസ് പ്രൈമർലി എക്സ്പ്ലെയിൻഡ് ത്രൂ ദി ഇമ്പാക്റ്റ് ഓഫ് നോമിനൽ വേജസ് ഓൺ ദി ഇൻട്രസ്റ്റ് റേറ്റ്. അതായത് നമ്മൾ നോമിനൽ വേജസിൽ ചേഞ്ച് വരുത്തുമ്പോൾ നോമിനൽ വേജ് കട്ട്സ് ഉണ്ടാകുമ്പോൾ അതെങ്ങനെയാണ് ഇൻട്രസ്റ്റ് റേറ്റിനെ എഫക്റ്റ് ചെയ്യുന്നത് എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. വേജസ് എന്ന് പറയുന്നത് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ്റെ ഒരു ഭാഗമാണ്. അപ്പം തീർച്ചയായിട്ടും വേജ് കട്ട്സ് ഉണ്ടാകുമ്പോൾ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ അവിടെ കുറയുകയാണ്. അങ്ങനെ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും പ്രൈസ് ലെവൽ അവിടെ കുറയ്ക്കാൻ പറ്റും. ഇങ്ങനെ പ്രൈസ് ലെവൽ കുറയ്ക്കുമ്പോൾ അവിടെ മണി സപ്ലൈയുടെ റിയൽ വാല്യൂ ഇൻക്രീസ് ചെയ്യുകയാണ്. മണി സപ്ലൈയുടെ പർച്ചേസിംഗ് പവർ കൂടിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവിടെ സേവിങ്സ് കൂടും. അപ്പോൾ സപ്ലൈ ഫണ്ട്സ് കൂടിക്കഴിയുമ്പോൾ ഇൻട്രസ്റ്റ് റേറ്റ് വിൽ ബി കമ്മിങ് ഡൗൺ. അപ്പോൾ ഇൻട്രസ്റ്റ് റേറ്റ് കുറഞ്ഞു. ഇൻട്രസ്റ്റ് റേറ്റ് കുറഞ്ഞു കഴിഞ്ഞാൽ വാട്ട് വിൽ ഹാപ്പൻ? ഇൻവെസ്റ്റ്മെൻറ്റ് സ്പെൻഡിങ് അവിടെ കൂടും. ഇൻട്രസ്റ്റ് റേറ്റ് കുറയുമ്പോൾ എന്തുകൊണ്ടാണ് ഇൻവെസ്റ്റ്മെൻറ്റ് സ്പെൻഡിങ് അവിടെ കൂടുന്നത്? കാരണം ബോറോയിങ് കോസ്റ്റ് അവിടെ കുറഞ്ഞു. ബോറോയിങ് കോസ്റ്റ് കുറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് എൻകറേജസ് ദ ബിസിനസ് ടു ഇൻവെസ്റ്റ് മോർ. നോമിനൽ വേജ് കട്ട്സ് ഉണ്ടാകുമ്പോൾ പ്രൈസ് റിഡക്ഷൻസ് ഉണ്ടായാൽ മാത്രമേ നമ്മൾ ഈ പറഞ്ഞ പ്രോസസ്സൊക്കെ സംഭവിക്കുകയുള്ളൂ. ദാറ്റ് മീൻസ് ഇൻവെസ്റ്റ്മെൻറ്റ് സ്പെൻഡിങ് കൂടുന്നവരെ നമ്മൾ പറഞ്ഞല്ലോ. അപ്പോൾ ഈ ഒരു പ്രോസസ്സ് നടക്കണമെന്നുണ്ടെങ്കിൽ നോമിനൽ വേജസ് നമ്മൾ കട്ട് ചെയ്യുമ്പോൾ പ്രൈസ് റിഡക്ഷൻസ് അവിടെ ഉണ്ടായിരിക്കണം. ഈ പ്രൈസ് റിഡക്ഷൻസ് എന്ന് പറയുന്നത് ആക്ച്വലി ഒരു ഡിഫ്ലേഷണറി സിറ്റുവേഷനാണ്. ഇപ്പോൾ ഡിഫ്ലേഷണറി സിറ്റുവേഷൻ ആഡ്വേഴ്സ് ആയി കഴിഞ്ഞാൽ പോസിറ്റീവായിട്ടുള്ളൊരു ഇമ്പാക്റ്റ് അല്ല, നെഗറ്റീവായിട്ടുള്ളൊരു ഇമ്പാക്റ്റാണ് അത് ബിസിനസ്സിൽ ക്രിയേറ്റ് ചെയ്യുന്നത്. ആൻഡ് ദിസ് വുഡ് ലീഡ് ടു ഡിക്ലൈൻ ഇൻ ദ ആഗ്രിഗേറ്റ് ഡിമാൻഡ്. അപ്പോൾ ഒരു നെഗറ്റീവ് ഇഫക്റ്റാണ് അവിടെ വരുന്നത്. ആഗ്രിഗേറ്റ് ഡിമാൻഡ് കുറഞ്ഞു കഴിഞ്ഞാൽ അത് എങ്ങനെയാണ് ഇൻവോളണ്ടറി അൺഎംപ്ലോയ്മെൻറ്റിലേക്ക് പോകുക എന്നുള്ളത് നമ്മൾ കണ്ടതാണ്. സോ നോമിനൽ വേജസ് ഫ്ലെക്സിബിൾ ആയാലും സിവിയർ ഡിഫ്ലേഷൻ ഓഫ് പ്രൈസസ് ആണ് ഉണ്ടാകുന്നതെങ്കിൽ അത് ഇക്കോണമിയിൽ ആഡ്വേഴ്സ് ആയിട്ടുള്ള ഇമ്പാക്റ്റാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഇങ്ങനെയുള്ള ലിമിറ്റേഷൻസ് പ്രൈസ് മെക്കാനിസത്തിന് ഉള്ളതുകൊണ്ടാണ് ഇൻവോളണ്ടറി അൺഎംപ്ലോയ്മെൻറ്റ് എലിമിനേറ്റ് ചെയ്യാൻ അതോറിറ്റീസ് പോസിറ്റീവായിട്ടുള്ള ആക്ഷൻ എപ്പോഴും എടുക്കണമെന്ന് കെയ്ൻസ് അഡ്വക്കേറ്റ് ചെയ്തത്. അങ്ങനെ എടുത്തില്ല എങ്കിൽ വാട്ട് വിൽ ഹാപ്പൻ? ദി ഇക്കോണമി വിൽ ബി മൂവിങ് ടു എ സിറ്റുവേഷൻ ഓഫ് അണ്ടർ എംപ്ലോയ്മെൻറ്റ് ഇക്വിലിബ്രിയം. അണ്ടർ എംപ്ലോയ്മെൻറ്റ് ഇക്വിലിബ്രിയം ഇസ് എ ക്രോണിക് കണ്ടീഷൻ ഓഫ് സബ്നോർമൽ ആക്ടിവിറ്റി without any marked tendency either towards recovery or towards complete collapse. അതായത് ഇക്കോണമി എപ്പോഴും സബ്നോർമൽ ആക്ടിവിറ്റി എന്ന് പറയുന്നൊരു കണ്ടീഷനിലായിരിക്കും പോയിക്കൊണ്ടിരിക്കുന്നത് ഫോർ എ കൺസിഡറബിൾ പീരീഡ് ഓഫ് ടൈം. അവിടെ കംപ്ലീറ്റ് കൊളാപ്സും ഉണ്ടാവില്ല, എന്നാൽ റിക്കവറിക്ക് ഒരു ചാൻസും ഇല്ല. ഇനി നമുക്ക് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ, അതായത് ഫ്ലെക്സിബിലിറ്റി ഓഫ് നോമിനൽ വേജസ് ഒരു ഡയഗ്രാം വെച്ചിട്ടൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. പാനൽ ബിയിലേക്ക് ശ്രദ്ധിക്കുക. നോമിനൽ വേജസ് W0 ആയിരിക്കുമ്പോൾ ഇക്കോണമി E0 എന്ന് പറയുന്ന പോയിന്റിലാണ് ഇക്വിലിബ്രിയത്തിലാവുന്നത്. അവിടെ YF ആണ് നാഷണൽ ഔട്ട്പുട്ട്. അവിടുത്തെ ആഗ്രിഗേറ്റ് സപ്ലൈ കർവ് എന്ന് പറയുന്നത് W0AS ആണ്. ഇനിയിപ്പോൾ നോമിനൽ വേജസ് W0യിൽ നിന്ന് W1ലേക്ക് ഫോൾ ചെയ്ത് കഴിഞ്ഞാൽ W0AS കർവ് W1ASലേക്ക് ഷിഫ്റ്റ് ചെയ്യും. പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ കീ ഇൻപുട്സിൻ്റെ പ്രൈസസ് ഫോൾ ചെയ്യുമ്പോഴോ ഒക്കെയാണ് ആഗ്രിഗേറ്റ് സപ്ലൈ കർവ് റൈറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നത്.
അപ്പോൾ ഇങ്ങനൊരു ഷിഫ്റ്റ് വരുമ്പോൾ അവിടെ പ്രൈസസ് കുറയും, അതുപോലെ ഹയർ ഔട്ട്പുട്ട് ഉണ്ടാവും ഇക്കോണമിയിൽ, അതുപോലെ തന്നെ അൺഎംപ്ലോയ്മെൻറ്റ് എന്ന് പറയുന്നത് ലോവർ ലെവലിലേക്ക് പോകും. ഡയഗ്രാം ഒന്ന് എക്സാമിൻ ചെയ്താൽ തന്നെ നമുക്ക് മനസ്സിലാവും ദ ഇക്കോണമി ഹാസ് റിട്ടേൺ ബാക്ക് ടു ദ ഫുൾ എംപ്ലോയ്മെൻറ്റ് ലെവൽ അറ്റ് പോയിൻറ്റ് E2. E2ൽ നമ്മൾ ആ ഒരു ഓൾഡ് ലെവൽ ഓഫ് നാഷണൽ ഔട്ട്പുട്ടിൽ എത്തിയിട്ടുണ്ട്. YFൽ തന്നെ നമ്മൾ തിരിച്ചെത്തി. നോമിനൽ വേജ് കട്ട്സ് ഉണ്ടാകുമ്പോൾ പ്രൈസ് റിഡക്ഷൻ ഫോളോ ചെയ്താൽ ആഗ്രിഗേറ്റ് ഡിമാൻഡ് കൂടുമെന്നും നമ്മൾ പറഞ്ഞ കാര്യമാണ്. അവിടെ നമ്മൾ എന്തായിരുന്നു പറഞ്ഞത്? നോമിനൽ വേജ് കട്ട്സ് ഉണ്ടാകുമ്പോൾ പ്രൈസ് റിഡക്ഷൻ ഉണ്ടാകുന്നു. ദാറ്റ് മീൻസ് റിയൽ വാല്യൂ ഓഫ് മണി സപ്ലൈ ഈസ് ഇൻക്രീസിങ്. അപ്പോൾ അഡീഷണൽ ആയിട്ട് വരുന്ന ക്യാഷ് കാരണം സപ്ലൈ ഓഫ് ഫണ്ട്സ് അവിടെ കൂടുതലാണ്. സപ്ലൈ ഓഫ് ഫണ്ട്സ് കൂടുമ്പോൾ ഇൻട്രസ്റ്റ് റേറ്റ് കുറയുന്നു. അങ്ങനെ ഇൻവെസ്റ്റ്മെൻറ്റ് സ്പെൻഡിങ് അത് സ്റ്റിമുലേറ്റ് ചെയ്യുന്നു ആൻഡ് ദസ് ദ ആഗ്രിഗേറ്റ് ഡിമാൻഡ് ഇൻക്രീസസ്. ഇവിടെ നമ്മൾ പറഞ്ഞത് ഇൻട്രസ്റ്റ് റേറ്റ് ഫോൾ ചെയ്യുമ്പോഴാണ് ഇൻവെസ്റ്റ്മെൻറ്റ് സ്പെൻഡിങ് കൂടുന്നതും ആഗ്രിഗേറ്റ് ഡിമാൻഡ് അതുവഴി കൂടുന്നതെന്ന്. ഇനി ഇതിന് വേറൊരു സൈഡുണ്ട്. ഇക്കോണമിയിൽ ലിക്വിഡിറ്റി ട്രാപ്പ് എന്ന് പറയുന്ന ആഡ്വേഴ്സ് ആയിട്ടുള്ളൊരു സിറ്റുവേഷൻ എക്സിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇൻവെസ്റ്റേഴ്സ് എത്ര ലോ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണെങ്കിലും ഒരിക്കലും ഇൻവെസ്റ്റ്മെൻറ്റ് അവിടെ നടത്തില്ല. ദേ വിൽ ഹോൾഡ് മണി. ദാറ്റ് മീൻസ് ദർ ഇസ് ഇൻട്രസ്റ്റ് ഇൻ ഇലാസ്റ്റിക് ഇൻവെസ്റ്റ്മെൻറ്റ്. അപ്പോൾ ഇത് എന്തിനെ പ്രിവെൻറ്റ് ചെയ്യും? ദിസ് പ്രിവെൻറ്റ്സ് ദ ഫോളിംഗ് പ്രൈസസ് ഫ്രം സ്റ്റിമുലേറ്റിംഗ് ആഗ്രിഗേറ്റ് ഡിമാൻഡ് ചേഞ്ചസ് ഇൻ ദ ഇൻട്രസ്റ്റ് റേറ്റ്. ഇങ്ങനെ ഒരു പ്രോബ്ലം എക്സിസ്റ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇക്കോണമി ഈസ് പ്രിവെൻറ്റഡ് ഫ്രം മൂവിങ് ഫ്രം ദ പോയിൻറ്റ് E1 ടു E2. ഇക്കോണമി E1 എന്ന് പറയുന്ന പോയിന്റിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ E2ലേക്ക് മൂവ് ചെയ്യാനുള്ള ചാൻസസ് അവിടെ കുറവാണ്. കാരണം E1ന് ശേഷം AD കർവ് എന്ന് പറയുന്നത് വേർട്ടിക്കലായി പോകും. അപ്പോൾ ഇത് കാണിക്കാൻ വേണ്ടിയിട്ട് സൈഡിലൊരു ചെറിയൊരു ഡയഗ്രാം കാണിച്ചിട്ടുണ്ട്. AD കർവ് വേർട്ടിക്കലാകുന്ന ആ ഒരു പോർഷനാണ് കാണിച്ചേക്കുന്നത്. വേർട്ടിക്കലായി കഴിഞ്ഞാൽ നമുക്ക് E2 എന്ന് പറയുന്ന പോയിന്റിലേക്ക് ഒരിക്കലും എത്താൻ പറ്റില്ല. ഇവിടെ നിങ്ങൾ ഒറ്റ കാര്യം ഓർത്താൽ മതി. നോമിനൽ വേജ് കട്ട്സ് ഉണ്ടാകുമ്പോൾ അത് ഇൻട്രസ്റ്റ് റേറ്റ് കുറയ്ക്കുന്നത് വഴിയാണ് ആഗ്രിഗേറ്റ് ഡിമാൻഡ് ഇക്കോണമിയിൽ ബൂസ്റ്റപ്പ് ചെയ്യുന്നത്. പക്ഷേ ഇവിടെ എന്താ സംഭവിക്കുന്നത്? നോമിനൽ വേജ് കട്ട്സ് ഉണ്ടാകുന്നു, അതുവഴി ഇൻട്രസ്റ്റ് റേറ്റ് ഫോൾ ചെയ്യുന്നുണ്ട്. പക്ഷേ അതൊരിക്കലും ഇൻവെസ്റ്റ്മെൻറ്റ് സ്പെൻഡിങ്ങിനെ കൂട്ടുന്നില്ല. ഇൻട്രസ്റ്റ് റേറ്റ് എത്ര കുറഞ്ഞു വന്നാലും ഇക്കോണമിയിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് സ്പെൻഡിങ് കൂടുന്നില്ല. സോ ദർ വിൽ ബി ഡിക്ലൈൻ ഇൻ ആഗ്രിഗേറ്റ് ഡിമാൻഡ്. അപ്പോൾ ലിക്വിഡിറ്റി ട്രാപ്പ് എന്നുള്ള കാര്യം ഇവിടെ പ്രത്യേകം ഓർക്കണം.